പോകാൻ ഉത്തരവിടും. ഈ ഉമ്മത്തിൽ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി നല്ല നിലക്ക് മരിക്കാനുള്ള യോഗ്യത നേടേണ്ട ആളുകൾ പാരത്രിക ലോകത്ത് പരാജയപ്പെടുന്ന സംഗതിയാണ് ദുനിയാവിൽ വെച്ച് സമ്പാദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 വിഭാഗങ്ങളെ പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ ഹഉലായി, ആ 10 കൂട്ടർ ആരാണ് നബിയേ? തങ്ങൾ പറഞ്ഞു, അവ്വലുഹും അശ്ശൈഖുസ്സാനി, അവരിൽ ആദ്യത്തെ ആള് പ്രായം ചെന്നിട്ടും പ്രായം കൂടുതലായിട്ടും വേശ്യാവൃത്തിയിൽ നിന്ന് ഒഴിവില്ല. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, മുമ്പ് കാലത്തൊന്നും 60 വയസ്സ് വരെ വേശ്യാവൃത്തിയുടെ ഒരു സ്വഭാവവും കാണാത്ത ആളുകൾ ഇന്ന് ആ വിഷയങ്ങളിൽ വളരെ സജീവമായി സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്നറിയുമോ? ഭാര്യ മരണപ്പെട്ടു കഴിഞ്ഞു, അത് അല്ലാഹു തആല ചിന്തിക്കാൻ തന്നൊരു വകുപ്പാണ്. വേണമെങ്കിൽ നല്ലൊരു ഭാര്യയെ ഹലാലാ രൂപത്തിൽ കല്യാണം കഴിക്കാം, വേണ്ടാന്ന് വെച്ചിട്ട് സ്വസ്ഥമായി ജീവിക്കുകയാണെന്ന് കരുതുന്നു. പക്ഷേ അതല്ല, ഉപകരണങ്ങളിലൂടെ തിരിച്ചും മറിച്ചും കളിച്ചുകൊണ്ട് പരിചയിച്ച പ്രായമുള്ള ആളുകൾ വേശ്യാവൃത്തിക്ക് സജീവമായി പണമൊഴുക്കുന്നു. എത്ര ആളുകളാണ്? 1ഉം 2ഉം 10ഉം 100ഉം ആളുകളാണോ? സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ അള്ളാഹു അവർക്ക് ചിന്തിക്കാനുള്ള പ്രായമൊക്കെ നൽകി, നല്ലോണം അവർക്ക് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള എല്ലാ സംഗതികളും നൽകി. പക്ഷേ ഇപ്പോഴും പ്രായത്തിലും പ്രായം കൂടുതലായിട്ടും അവരുടെ കളിയും മറ്റും മാറാതെ വേശ്യാവൃത്തിയുമായി സജീവമായി സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതിനേറ്റവും വലിയ കാരണമായി മാറിയത് അവരെ കയ്യിലുള്ള ഉപകരണങ്ങളാണ്. ഇത്രയും കാലം ആ പ്രായമുള്ള ആളുകൾ അത് കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടു നോക്കുമ്പോ വിടാനും തോന്നുന്നില്ല. ഇത് വല്ലാത്തൊരു ഹരമുള്ളതാണല്ലോ, രസമുള്ളതാണല്ലോ. എന്നിട്ട് കളി പഠിക്കുകയാണ് ഉപകരണങ്ങളിലൂടെ. ആ ഉപകരണങ്ങളിലൂടെ തന്നെ ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രായം അങ്ങേ അറ്റത്തെത്തിയിട്ട് ഇതുവരെ കാണാത്ത സംഗതികളൊക്കെ കണ്ട് മനസ്സിലാക്കി വല്ലാതെ ജീവിതം വളരെ ചെറുപ്പമാണെന്ന് കരുതിയിട്ട് വേശ്യാവൃത്തിയിലേക്കും അനാവശ്യത്തിലേക്കും കൊണ്ടുപോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ മെമ്പറെ എണ്ണിയപ്പോ ചിന്തിക്കാനും പഠിക്കാനും ഏറെ പ്രായം അല്ലാഹു നൽകി. പക്ഷേ ഇപ്പോഴും ആ പ്രായത്തിലേക്ക് മുതിർന്നിട്ടില്ല. മുൻഗാമികളൊക്കെ 40 വയസ്സായപ്പോ 50 വയസ്സായപ്പോ പല സംഗതികളും നിർത്തിവെച്ച് നിത്യമായ ആരാധനയിലേക്ക് നീങ്ങിയവരായിരുന്നു. വലിയ പണ്ഡിതനല്ലേ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. 40 വയസ്സ് തികഞ്ഞപ്പോൾ എത്ര വലിയ ഗ്രന്ഥങ്ങളാണ് ഇസ്ലാമിക ലോകത്തിന് സംഭാവന ചെയ്തത്. 40 ആയപ്പോ മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് മുഴുവനായും ഇബാദത്തിനുള്ള സമയം അല്ലാഹു തന്നുപോയി. 40 എന്റെ ജീവിതത്തിൽ വലിയൊരു കാലമാണ്. 40കാരനൊരു പ്രത്യേക പ്രാർത്ഥന തന്നെ അല്ലാഹു നൽകിയില്ലേ? ശിഷ്ടകാല ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി മാറ്റിയെടുക്കാൻ അമ്പിയാക്കൾ ആ പ്രാർത്ഥന നടത്തിയില്ലേ? രാജാവിന്റെ ഭരണം നടത്തിയിട്ട് അല്ലാഹു വലിയ അനുഗ്രഹം നൽകിയ മഹാനല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാം. അവര് പോലും അല്ലാഹുവിനോട് ആ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർല്ലാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദികസ് സാലിഹീൻ. ഉറുമ്പിന്റെ സംസാരം കേട്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം, റബ്ബേ നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു. ഈ സംസാരം കേൾക്കാനും ഭാഷ മനസ്സിലാക്കാനുമുള്ള കഴിവ് തന്നു. എന്റെ ജീവിതത്തിൽ നീ തന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്റെ പിതാക്കന്മാർക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾ വിവരിക്കാൻ കഴിയൂല.
ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. 40കാരന്റെ ദുആയും അങ്ങനെയല്ലേ, ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. അതിന്റെ അവസാനം പറയുന്നത്, പടച്ചോനെ ഞാൻ നിന്നിലേക്ക് മടങ്ങി, വയസ്സും പ്രായക്കായില്ലേ, ഇനി ഞാൻ കളി വിട്ട് കാര്യത്തിലേക്കാണ്. ഇനിയും കളി വിട്ടിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ എന്നാ വിടുക? നല്ല പക്വത എത്തിയിട്ട് 40 അല്ലാഹു തആല കൊല്ലം ഈ ദുനിയാവിൽ തരുമ്പോ ആ മനുഷ്യൻ ദ്വാരക്കാന്ന്. അതിന്റെ അവസാനം പറയുന്നത് ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ നിന്നിലേക്ക് മടങ്ങി അല്ലാഹ്, എന്റെ മറ്റു എല്ലാ പരിപാടികളും കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തി, നിനക്ക് പൊരുത്തപ്പെടാത്ത എല്ലാ സംഗതികളിൽ നിന്നും ഞാൻ ഒഴിവായി, ഞാൻ നിന്നിലേക്ക് മടങ്ങി. അത്യാവശ്യത്തിനുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കുടുംബമൊക്കെ പോറ്റി മട്ടത്തിലും ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഇബാദത്തിന് വേണ്ടി. ജീവിതത്തിൽ അല്ലാഹു അടയാളം തന്നു, വലിയൊരു അടയാളമാണ് 40. മടങ്ങാനുള്ള വലിയൊരു സമയം. 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, ഇനിയും മടങ്ങുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ എന്നാ മടങ്ങുക? ഇത്രയും കൊല്ലം ഞാൻ നിനക്ക് തന്നില്ലേ എന്നൊരു ചോദ്യം അല്ലാഹു തആല ചോദിക്കാൻ ബാക്കിയില്ലേ? ഇത്രയും വർഷം ഞാൻ നിനക്ക് ദുനിയാവിൽ തന്നില്ലേ, എന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് നീ പറയുന്നത്? നിന്നെ പോലെ വാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്ന, ഒരുപാട് ബാധ്യതകൾ ദീനിന് നിർവഹിച്ചിരുന്ന വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ കണ്ടില്ലേ, എത്ര ഇബാദത്തും ഇൽമും ചെയ്തു. അവർക്കുണ്ടല്ലോ ഭാര്യ സന്താനങ്ങളും മറ്റുമൊക്കെ, പക്ഷെ അവർക്കൊന്നും നഷ്ടായിട്ടില്ലല്ലോ. ഒരു ഫർളും അവർക്ക് ഒഴിവായിട്ടില്ലല്ലോ, ഒരു നിസ്കാരവും അവർക്ക് ഖളാ ആയിട്ടില്ലല്ലോ. നീ ഒരു 500 രൂപക്ക് ഒരു 700 രൂപക്ക് അധ്വാനിക്കുമ്പോഴേക്ക് നിനക്ക് നിസ്കാരം 1, 2 എത്രണ്ണാ പോകുന്നത്? നിന്നെക്കാളും കുറഞ്ഞ വേതനത്തിൽ ജീവിച്ചിരുന്ന വലിയ വലിയ പണ്ഡിതന്മാർ, അവർക്കുണ്ട് ഭാര്യ സന്താനങ്ങളും കുടുംബങ്ങളൊക്കെ, ഒരു നിസ്കാരം ഒഴിവാക്കാതെ, ഒരു ഫർളും സുന്നത്തും വിടാതെ അവരും ജീവിച്ചില്ലേ? നീ ജീവിച്ച അതേ ദുനിയാവിലല്ലേ അവരും ജീവിച്ചത്? നിനക്ക് മാതൃകയായിരുന്നില്ലേ അവര്? നിനക്ക് പിൻപറ്റാനുള്ള ആളുകളായിരുന്നില്ലേ? അള്ളാഹുവിന്റെ ഒരു ചോദ്യം അപ്പുറത്ത് ബാക്കിയുണ്ട്. അശ്രദ്ധയിൽ നിന്ന് മാറണം. എനിക്ക് പ്രായം പക്വതൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോഴും സിനിമ കണ്ടിരിക്കേണ്ട ആളല്ല, ഞാനിപ്പോഴും ബ്ലൂ ഫിലിം കണ്ടിരിക്കേണ്ട ആളല്ല. വയസ്സന്മാരോടാ ഞാൻ ഈ പറയുന്നത്. വയസ്സന്മാര് ബ്ലൂ ഫിലിം കണ്ടിട്ട് ഇതൊക്കെ ചെറുപ്പത്തിൽ കണ്ടില്ലല്ലോ എന്ന് അവർക്ക് നഷ്ടം തോന്നുക, കരച്ചിൽ വരികയാണ്. ഇതൊക്കെ കുറച്ച് മുമ്പ് ഉണ്ടായില്ലല്ലോ, ഇപ്പോഴാണല്ലോ ഈ ഉപകരണം കയ്യിൽ കിട്ടിയത്. ചില ആളുകൾക്ക് അത് എന്തൊക്കെ കാണിക്കണ്ടേന്ന് തന്നെ അറിയുന്നില്ല. ഈ പ്രായം പക്വത എത്തിയിട്ട് അതിലേക്കൊന്നും കൂടുതൽ ആവശ്യമില്ലാത്ത ആൾക്കാർ ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അവർക്ക് വിളിക്കാനും പറയാനും മറ്റുമല്ലേ അതിന് സൗകര്യം ഉള്ളതല്ല, അത് മതി. കാരണം ഇപ്പൊ അതിന്റെ ടൈമല്ല, കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പേച്ചു പോകേണ്ട ടൈമല്ല, ടൈം കഴിഞ്ഞു. ഷെയ്ഖുസ്സാനി, വേശ്യാവൃത്തി ചെയ്യുന്ന വയസ്സൻ, വയസ്സത്തി, രണ്ടാളും പെടും എന്ന് പറഞ്ഞാൽ അല്ലാത്തവർക്ക് ഹലാലാന്നല്ല അതിന്റെ അർത്ഥം. ചിന്തിക്കാൻ ഏറെ അല്ലാഹു തആല പ്രായവും പക്വതയും നൽകിയിട്ട് ഇനിയും ഗഫലത്ത് മാറുന്നില്ലെങ്കിൽ എന്ന് മാറും?